യോഗികളുടെ ജീവിതം നമ്മെപ്പോലെ ഭൗതിക തലത്തിലല്ല. നമ്മൾ ഭൗതിക തലത്തിലാണ് 99.25% ജീവിക്കുന്നത് സാധാരണ മനുഷ്യൻ. യോഗികൾ അവരുടെ ശരീരം ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ആത്മീയ തലത്തിലാണ് അവർ പൂർണ്ണമായിട്ടൊന്ന് പറയാം. ശരീരം ഇവിടെ ഉണ്ടെങ്കിലും ശരീരബോധം വളരെ കുറവാണ്. അവർ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ 1000 മടങ്ങാണ് സൗഖ്യം അനുഭവിക്കുന്നത്, മനോസൗഖ്യം അനുഭവിക്കുന്നത്. മനസ്സിനപ്പുറം ആത്മീയമായ ഒരു ആത്മാവിൻ്റെ തലത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ശരീരബോധം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സിനെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തയില്ല. നാം കൃത്യമായിട്ട് വില കൂടിയ ഡ്രസ്സൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നടന്നാലേ നമുക്ക് തൃപ്തി വരുള്ളൂ. എങ്കിലേ സാധാരണ മനുഷ്യൻ വിലമതിക്കുകയുള്ളൂ. അവർക്കങ്ങനെ സാധാരണ മനുഷ്യൻ്റെ അംഗീകാരമൊന്നും അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. യോഗികൾ അങ്ങനെയാണ്. ആത്മീയ തലത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരുവിധം ഹർഷോന്മാദാവസ്ഥ എന്ന് പറയും, ഉന്മാദാവസ്ഥ. അങ്ങ് വളരെ ആഹ്ലാദകരമായ ഒരു ഉന്മാദാവസ്ഥയിലാണ് മാനസികമായിട്ട് അവർ. ശരീരത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണം തന്നെ കഴിക്കാറില്ല. എന്തെങ്കിലും ദിവസം ഒരു പ്രാവശ്യം കഴിക്കുന്ന കുറേ ആൾക്കാർ, ആഴ്ചയിൽ ഒന്ന് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, മാസം ഒന്ന് കഴിക്കുന്നവർ, അതിൽ കൂടുതൽ കാലവും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവരാരോടും സംസാരിക്കാറില്ല. അവരെ ദ്വേഷിക്കുന്നത് അവർ ശ്രദ്ധിക്കുകയില്ല. ദ്വേഷിച്ചാൽ പലരും ഡ്രസ്സ് ധരിക്കാറേ ഇല്ല. ഹിമാലയത്തിൻ്റെ തണുപ്പിൽ അതിഭയങ്കര തണുപ്പ്, നമുക്ക് ഊഹിക്കാൻ പോലും പാടില്ലാത്ത മഞ്ഞിനിടയ്ക്ക് അവരെ കൗപീനം മാത്രം ധരിച്ച് 24 മണിക്കൂറും വസിക്കുന്നവരവർ. പലരും ഉറങ്ങുന്നവരല്ല. ചിലർ ഉറങ്ങും കുറച്ച് സമയം. നമ്മൾ ഓർക്കുന്ന പോലെ 8 മണിക്കൂറൊന്നും ഉറക്കം അവർക്ക് ആവശ്യമില്ല. വല്ലപ്പോഴും അല്പം വെള്ളമൊക്കെ കുടിക്കും. പിന്നെ വല്ല ഇലയോലും, വല്ലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല ഇലയോലും ആയിരിക്കും. അങ്ങനെ കഴിക്കുന്ന ഈശ്വരതുല്യരായ അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ ഈ കുംഭമേളയിൽ ഇത്രയേറെ മഹത്തരമാകുന്ന ആ പ്രദേശം. ആ പ്രദേശത്തോട് ഒഴുകി വരുന്ന ജലം ഓരോന്നും ഊർജ്ജവൽക്കരിക്കുകയാണ്. അവരിൽ നിന്ന് പുറപ്പെടുന്ന വീജികൾ, ആത്മീയ വീജികൾ, അസാമാന്യമായ പ്രാണശക്തി, പ്രാണൻ, ജൈവശക്തി ആ ജലാശയത്തിൽ ആ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. അവിടെ പോയി മുങ്ങിയവർക്ക്, അവിടെ പോയി കുളിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്നും പ്രയാഗ്രാജിൽ കഴിഞ്ഞ കുംഭമേളയ്ക്ക് പോയൊരു നിശ്ചയമായിട്ടും അവർ ഇനി എല്ലാ കുംഭമേളയ്ക്കും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ എല്ലാവരും കാണും. ഇപ്പോൾ ഇവിടെ തിരുനാവായിൽ നടത്തുന്ന ആ കുംഭമേളയിലും അവരോരോരുത്തരായി അവിടെ എല്ലാവരും വരും. ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് അറിയാത്തവരും പങ്കുചേരണം. അത് നഷ്ടമായില്ലെങ്കിൽ അവിടെ ചെന്നാൽ നമ്മളിൽ വലിയൊരു മാറ്റം വരും. യോഗികൾ ധാരാളം അവിടെയും ഉണ്ട്. അവരാണ് ആദ്യം അവിടെ മുങ്ങിയതും ആ പ്രദേശത്ത് മന്ത്രങ്ങൾ ജപിച്ച് ഊർജ്ജവൽക്കരിക്കുന്നതും. ആ പ്രദേശത്ത് ചെന്നിട്ട് പോന്നാൽ പോലും നമ്മൾക്കതിൻ്റെ ഗുണം ധാരാളമായിട്ട് ലഭിക്കും. രോഗശാന്തിയോ അല്ലെങ്കിൽ ഈ മാനസികമായ നല്ല പക്വതയിലേക്ക് നമ്മൾ ഒരു പടിയുടെ മുന്നേറാനും സഹായിക്കും. കുറേ സമയം അവിടെ ചിലപ്പോൾ 1 മണിക്കൂറെങ്കിലും ചെലവഴിച്ചാൽ നമ്മളുടെ മാനസിക നില ഒന്നുകൂടി മെച്ചപ്പെടും. നമ്മളുടെ പ്രാപ്തി, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം, ഇതിലൊക്കെ മാറ്റം വരും. അത് ഒരിക്കലും അനുഭവിച്ചാൽ പിന്നെ അതിൽ ചേരാതിരിക്കാൻ ഒരു മനുഷ്യൻ സാധിക്കില്ല. അവിടെ ആർക്കും പോവാം. അവിടെ ജാതി മതഭേദമൊന്നുമില്ല. മനുഷ്യനെയാണ് അവർ ഇഷ്ടപ്പെടുക. യോഗികൾക്ക് മനുഷ്യരേ ഉള്ളൂ. ജാതി മതങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. അവർ മനുഷ്യരെ ഇഷ്ടപ്പെടുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നു, ഭാരതത്തെ സ്നേഹിക്കുന്നു, ഭാരതത്തിന് വേണ്ടി അവർ ചിന്തിക്കുന്നു. അല്പമെങ്കിലും ഏതെങ്കിലും ഭൗതിക തലത്തിൽ ചിന്തിച്ചാൽ അത് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർക്കൊന്നും വേണ്ട, അവർക്കൊന്നും കൊടുക്കണ്ട, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരാ സമയത്ത് എത്തേണ്ടടുത്തെത്തും. കൊടുക്കേണ്ട അനുഗ്രഹങ്ങൾ മനുഷ്യന് കൊടുക്കുകയും ചെയ്യും. അത് ഏറ്റുവാങ്ങേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ ഓരോരുത്തരും ആ അനുഗ്രഹം ഏറ്റുവാങ്ങണം. അവിടെ മന്ത്രതന്ത്രാദികൾ കൊണ്ടും ഹോമങ്ങൾ കൊണ്ടും അവരുടെ ചിന്താവീചികളും ഒക്കെ ആയിട്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് ആ പ്രദേശം ശുദ്ധീകരിക്കപ്പെടും, ശക്തീകരിക്കപ്പെടും, ഊർജ്ജവൽക്കരിക്കപ്പെടും. ഐശ്വര്യം
അവിടെ വിതയ്ക്കും. അതാണ് യോഗികളുടെ ഒരു പ്രത്യേകത. സാധാരണ കള്ളസന്യാസിമാരുടെ കാര്യമല്ല ഇത് പറഞ്ഞത്, അതല്ലിത്. യോഗികളെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഉന്നത തലങ്ങളിലുള്ളവർ ധാരാളം പേരുണ്ട്. അവർ വളരെ ഉയർന്ന തലത്തിലാണ് മാനസികമായിട്ട്. അവർ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണ്. കേരളീയർക്ക് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് പോകണം അവരുടെ വെയിറ്റ് അറിയണമെങ്കിൽ. ഇവിടെ പലരും അവരുടെ ആ മഹത്വം, ആ ഉയർന്ന തലം, അവരുടെ ആത്മീയ തലം, അതായത് അവർ ഭൗതിക തലത്തിലപ്പുറം 6-ാമതോ 7-ാമതോ 8-ാമതോ ഇന്ദ്രിയങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. അത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളിന് നമ്മളെന്ത് പറഞ്ഞു കാണിച്ചു എന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരെപ്പോഴും അവരുടെ വഴിക്ക് നീങ്ങുന്നു. അവർ വളരെ സുഖസമൃദ്ധമായ രീതിയിൽ ജീവിക്കുന്നു. പലരും 100 കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കുന്നവരെ ഉള്ളൂ ഋഷികളുടെ. ഒരിക്കൽ ഈ ഡിസ്കവറി ചാനലുകാർ ഹിമാലയത്തിൽ ചെന്ന് ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ചെന്നു. ക്യാമറാമാനും അവർ ടീമാണ് ചെന്നത്. ഒരു സന്യാസിയുടെ, ഒരു യോഗിയുടെ അനുവാദം അവർ പല രീതിയിൽ സ്വാധീനിച്ച് നേടി ഒന്ന് കാണാൻ, ഒരു ഇൻ്റർവ്യൂ ഒന്നും കിട്ടുകയില്ല. അദ്ദേഹം മിണ്ടുകയില്ല. അവിടെ ചെന്ന് കാണുമോ, ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമ്മതം കിട്ടി അവിടെ ചെന്ന് ആ സമീപത്ത് ചെന്ന് എല്ലാവരും തൊഴുതു. അതങ്ങനെ അറിഞ്ഞില്ല. നേരെ കണ്ണടച്ചിരിക്കുക. ഒന്ന് കളഞ്ഞു തുറന്ന് നോക്കി അടച്ചു. വീണ്ടും ഗുഹയ്ക്കകത്താണ്. വെളിച്ചം അടിക്കാൻ അനുവാദം ചോദിച്ചിരുന്നു. വെളിച്ചം അടിച്ചു ഫോട്ടോ എടുത്തു. അവർക്കറിയേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് ഒത്തിരി പൊങ്ങിയാണോ ഈ യോഗികൾ നിൽക്കുന്നതെന്ന് അവർക്കൊന്ന് അറിയണം. അപ്പോൾ ഇത് ചോദിച്ചു. ഹിന്ദിയിൽ അറിയാവുന്ന അതിൽ ഭാഷയിലൊന്ന് ചോദിച്ചു. അദ്ദേഹം കണ്ണടച്ചാലും അദ്ദേഹത്തിന് അത് ഗ്യാസ്പ് ചെയ്യാൻ സാധിക്കും. ചോദിച്ചു കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അല്പം കഴിഞ്ഞ് ഒരാൾക്ക് ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ 1.5 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. അടിയിൽക്കൂടെ ഒരാൾ ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കി. പുറകെ ചെന്നിട്ട് അടിയിലൊന്നുമില്ല. ഒരു വശത്തോടെ ഒരു ബന്ധവും ഭൂമിയായിട്ടില്ല. ഇത് ഡിസ്കവറി ചാനലിൽ ഒരു 20 കൊല്ലം മുമ്പ് ഇത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് ഈ ഡിസ്കവറി ചാനലിലൂടെ അത് ഉണ്ട്. ഇപ്പോഴത്തെ നോക്കിയാൽ കിട്ടുമോയെന്ന് നോക്കിയാൽ അറിയാം. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതൊരിക്കലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് നഷ്ടപ്പെടരുത്. നിശ്ചയമായിട്ടും പോകണം. സമയം ഉണ്ടാക്കി പോകണം. ടൈമുണ്ടല്ലോ, 10, 16, 17 ദിവസം ഉണ്ടല്ലോ. ഒരു കാരണവശാലും അത് ഒഴിവാക്കല്ലേ. ധാരാളം ട്രെയിനും ബസ്സും കിട്ടും. അവിടെ തിരുനാവായ ചെന്നാൽ തവനൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, പൊന്നാനിക്ക് അടുത്താണ്. അവിടെ എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ നേരിട്ട് ബസ് കോട്ടയത്തു നിന്ന് പോകുന്നുണ്ട്. എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്താൻ പറ്റും. തൃശ്ശൂർ ഇറങ്ങണമല്ലേ ഇവിടുന്ന്. തൃശ്ശൂർ ഇറങ്ങിയാലും വണ്ടി കിട്ടും. ആ പോകേണ്ട മാർഗ്ഗങ്ങൾ മുഴുവൻ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലൊക്കെ ധാരാളം കിട്ടും. ആ പോകേണ്ട റൂട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് ട്രെയിനും ബസ്സും ഒക്കെ ധാരാളം ഉണ്ടാവും. അവിടെ പോയി അതൊരു നഷ്ടമാവില്ല. നമുക്ക് ഭാരതത്തിന് ഒരു മഹത്തായ ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിന് കിട്ടിയ ദൈവം തന്നതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കങ്ങനെ ഒന്ന് കിട്ടിയതാണ്. ഇപ്പോൾ അതെന്നാന്ന് വെച്ചാൽ അറിയണം, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളണം. നമ്മൾക്ക് മാനസിക വികാസം, നന്മകൾ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തണം. നമ്മൾക്ക് നേരിട്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അത് ഇഷ്ടം പോലെ കോരി ചൊരിയാൻ ശേഷിയുള്ള ഋഷികളുടെ സാന്നിധ്യമാണ് അവിടെ നമുക്കത് ലഭിക്കുന്നത്, അതിന് കാരണമാകുന്നത്. അതുകൊണ്ടാണത്. ഹിമാലയത്തിൽ പോയി കാണാൻ പറ്റുമോ? ഹിമാലയത്തിൽ അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ ശിഷ്യന്മാരെങ്കിലും ഇവിടെ ഉണ്ടാവും. ഹിമാലയത്തിൽ നേരിട്ട് വരുന്നവർ ഇല്ലെങ്കിലും അത് മതി. ധാരാളമായി മിസ്റ്റർ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം രചനകളുണ്ട് മിസ്റ്റർ എമ്മിൻ്റെ ആദ്യം സംബന്ധിച്ച കാര്യങ്ങൾ. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പല ലേഖനങ്ങളിലായിട്ട്, പല അനുഭവ കഥകളായിട്ട് നമുക്ക് യൂട്യൂബിൽ കിട്ടും. നിശ്ചയമായിട്ടും അത് നഷ്ടപ്പെടുത്തല്ലേ എന്നൊന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.